ടി ജി മൊത്തത്തിൽ ഈ ഒരു സർവകലാശാല വിഷയം, ഗുരുപൂജ, ഇതൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു CPM-ൻ്റെ ഒരു സംഘർഷഭരിതമായൊരു സാഹചര്യമാണ്. അതായത് വൈസ് ചാൻസലറുടെ നിയമനം, അതിൽ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ. അതിനൊപ്പം തന്നെ ഗുരുപൂജ, ഗുരുക്കളെ ആദരിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെയുള്ള ഒരുപാട് നിരനിരയായ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ CPM-ൻ്റെ ആളുകൾ വൈസ് ചാൻസലർമാരായാൽ കുഴപ്പമില്ല, വേറെ ആരും ആകാൻ പാടില്ല എന്നുള്ള ഒരു ന്യായം ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ആർക്കും പ്രശ്നമില്ല. പക്ഷെ ബാക്കി വിഷയങ്ങൾ അത് CPM-കാർക്ക് മാത്രമല്ല, കോൺഗ്രസ്സുകാർക്കും പ്രശ്നമാണ്, മാധ്യമങ്ങൾക്കും പ്രശ്നമാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇതിൽ മാറ്റി നിർത്തുന്നത്? അല്ലെങ്കിൽ അത് മാത്രമല്ല, ഇപ്പോൾ പലരും പറയുന്നത് RSSകാർക്ക് ഇതിനുള്ള യോഗ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, പിന്നെ മണ്ട പോയ തെങ്ങ് ആണ്, തെങ്ങിൽ കയറുന്നവരാണ് RSSകാർ എന്നൊക്കെ SFIയുടെ ഒരു വിദ്യാർത്ഥി പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. അത് അവരൊന്ന് സ്വയം അസസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ മണ്ട പോയ തെങ്ങ് എന്നൊക്കെയുള്ള പ്രയോഗം കേരളത്തിന് പുറത്ത് ഇവർക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും, പക്ഷെ പറയാൻ ആളില്ല, ഒരാളില്ല. ഒരുത്തനെങ്കിലും വേണ്ടേ SFI എന്ന് പറഞ്ഞ് കൊടി പിടിക്കാൻ? അതില്ല. ഇന്ത്യയിൽ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട് എനിക്കറിയാം, എണ്ണിയാൽ തീരുന്നില്ല. ഇതിന് മാത്രം യൂണിവേഴ്സിറ്റികൾ ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കേരളത്തിലെ സകല യൂണിവേഴ്സിറ്റികളും ഒരു വർഷമൊക്കെ അടഞ്ഞു കിടന്നാലും ഒന്നും സംഭവിക്കാനില്ല. കോളേജുകൾ പ്രവർത്തിക്കട്ടെ, യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുക. യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് ഒരു സേവനവും ചെയ്യുന്നില്ല. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുക, ഇത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ്, ഇതുപോലത്തെ കുറേ ഉദ്യോഗസ്ഥന്മാരിരിപ്പുണ്ട്. ഇതൊക്കെ മറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാത് കോളേജുകൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇല്ലേ? ഞാൻ ഒരുപക്ഷെ വായിച്ചതൊക്കെ പഠിക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പോഴും SSLCക്കല്ലാതെ അതിന് താഴെ മാർക്കിടുകയും അത് കൂട്ടി നോക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ആരാ? നമ്മളെ പഠിപ്പിക്കുന്ന സാറ് തന്നെയാണ്. SSLC വരുമ്പോഴാണ് അതൊരു ബോർഡാകുകയോ അങ്ങനെ എന്തോ ആകുന്നത്. അതുവരെ ഇവർ തന്നെയല്ലേ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടും ഈ അധ്യാപകർ ഈ ജോലി ചെയ്താൽ എന്താ കുഴപ്പം? യോഗ്യരായ അധ്യാപകരുണ്ടെങ്കിൽ. നിർഭാഗ്യവശാൽ കേരളത്തിൽ യോഗ്യന്മാരില്ല എന്നുള്ളതാണ്. ഒരു എസൻഷ്യൽ സർവീസ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ്, ആരോഗ്യരംഗം, KSRTC, ഇതൊക്കെ എസൻഷ്യൽ സർവീസ് നമ്മൾ പറയൂല. അതുപോലൊരു എസൻഷ്യൽ സർവീസാണ് വിദ്യാഭ്യാസവും. കാരണം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സ്ഥലമാണ്. അതൊരു എസൻഷ്യൽ ജോലിയാണ്, അല്ലാതെ തോന്നുമ്പോൾ ചെയ്യാം എന്നുള്ള ജോലിയല്ല. ആ എസൻഷ്യൽ സർവീസിൽ യൂണിയൻ അംഗീകരിക്കാൻ പാടില്ല. എനിക്കറിയാവുന്ന ഒരു സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഹെഡ് മാസ്റ്റർ ഇല്ല. അപ്പോൾ തൊട്ട് താഴെയുള്ള സീനിയർ അധ്യാപകനാണ് ഹെഡ് മാസ്റ്ററുടെ ചാർജ്. സമരം. ഈ മനുഷ്യൻ ഒരു ചൂരലുമായിട്ട്, നമ്മളുടെ ട്രഡീഷണൽ ചൂരലില്ലേ, ഇപ്പോഴല്ല 10-20 വർഷം മുമ്പാണ് കേട്ടോ, ചൂരലുമായിട്ട് വരാന്തയിൽ ഇറങ്ങി കയറാകത്തെന്ന് പറഞ്ഞാൽ ആച്ചാലും മുച്ചാലും വണ്ടിച്ച സകലവനെ എല്ലാവരും കയറി. 4 പേര് പുറത്തേക്ക് ഓടി റോഡിലേക്ക്. പ്യൂണിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഗേറ്റ് അടയ്ക്കുന്നു, അവരെയും തിരിച്ചു വരണ്ട. സമരം കഴിഞ്ഞു. ക്ലാസ് തുടങ്ങി, ക്ലാസ് നടന്നു. പിറ്റേ ദിവസം ഈ 4 പേര് വന്നപ്പോൾ പ്യൂൺ പറഞ്ഞു, ഹെഡ് മാസ്റ്ററെ ചെന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഒറിജിനൽ ഹെഡ് മാസ്റ്റർ വന്നിട്ടുണ്ട്, ഇദ്ദേഹം അടുത്തിരിപ്പുണ്ട്. ഇദ്ദേഹം പറഞ്ഞു, അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് വന്നിട്ട് കയറിയാൽ മതി. ഇത് പിള്ളേർക്ക് സങ്കല്പിക്കാൻ പറ്റുന്നു. അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വരാനോ? അതെ, അച്ഛനും വേണം അമ്മയും വേണം, എന്നിട്ട് കയറിയാൽ മതി. സ്റ്റാഫ് മീറ്റിംഗ് കൂടി. മറ്റധ്യാപകർ ചോദിച്ചു, സാർ എത്ര വലിയ റിസ്ക്കായി എടുത്തത്, ഈ പിള്ളേരുടെ നിനക്ക് ചൂരലുമായിട്ട് ചാടി എല്ലാവരെയും തല്ലി അകത്ത് കയറാന്നൊക്കെ പറഞ്ഞിട്ട് ജീവാപായം ഉണ്ടായതിന് ഞങ്ങളൊക്കെ പേടിച്ചു പോയി, സാർ എന്താ ഈ പണി കാണിച്ചത്? ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ യൂണിയനിൽ മെമ്പറല്ല. AKPCTA, KGCTA, KMQTA, ഇതുപോലെ കുറേ തട്ടിപ്പ് സംഘടനകളുണ്ടല്ലോ, ഇതിലൊന്നും ഞാൻ അംഗമല്ല. 10 രൂപ പുള്ളി അതിന് കൊടുക്കില്ല. എനിക്ക് ആ മെമ്പർഷിപ്പും വേണ്ട, നിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ട.
എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നോക്കിക്കോളാം, എനിക്ക് യൂണിയൻ സപ്പോർട്ട് വേണ്ട, ഞാൻ യൂണിയനിൽ ചേരുകയില്ല. ഈ ഒറ്റ നിലപാട് കൊണ്ട് പിള്ളേർക്ക് മനസ്സിലായി ഇങ്ങനെ സാറാണ്, യൂണിയൻ നേതാവല്ല. നിങ്ങൾ ഇതേ പിള്ളേരെ രാത്രിയിൽ AKPCTA സംസ്ഥാന സമ്മേളനത്തിൻ്റെ നോട്ടീസ് ഒട്ടിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയില്ലേ, 10ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും പിള്ളേരെ. രാത്രി അവരാണ് ഈ നോട്ടീസ് മുഴുവൻ ഭിത്തിയിൽ ഒട്ടിക്കുന്നത്. സാറ് സിഗരറ്റ് വലിച്ച് രാത്രിയിൽ സൂപ്പർവൈസ് ചെയ്യും. ഈ സാറിന് പിറ്റേ ദിവസം പുല്ല് വിലയായിരിക്കാം സ്കൂളിൽ, ഇല്ലേ? നിങ്ങൾ കളറുള്ള ഉടുപ്പൊക്കെ ഇട്ട്, വരയുള്ള ഉടുപ്പൊക്കെ ഇട്ട് വലിയ സ്റ്റൈലിൽ പ്രത്യക്ഷപ്പെടുന്നു. സിനിമ നടനും കാണാൻ കൊള്ളാം, പിള്ളേർ കമൻ്റ് അടിക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും വെള്ള ഷർട്ടല്ലാതെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഇതുടുക്കണം അധ്യാപകൻ. ഇതൊക്കെ ഓരോ സിമ്പലാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചൂരലെടുത്തപ്പോൾ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ കിടുങ്ങി. ഇത് സിൻസിയറിറ്റിയുടെ ചൂരലാണ്, ധാർമ്മികതയുണ്ട് ഈ ചൂരലിൽ. അടി കിട്ടും, കയറി. ഇതാണ് ടീച്ചർ. ഇത് ടീച്ചർമാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ടീച്ചറോ പോട്ടെ, പോലീസുകാർക്ക് സംഘടനാ സ്വാതന്ത്ര്യം കൊടുത്തു. നാളെ പോലീസുകാർ മുദ്രാവാക്യം വിളിക്കും. ചെയ്തു കർണാടകത്തിൽ പോലീസുകാർ. പോലീസ് പണിമുടക്കുമ്പോൾ യൂണിയനല്ലേ, പോലീസ് പണിമുടക്കുകയാണ്. എന്ത് ചെയ്യും നിങ്ങൾ? ഫയർഫോഴ്സ് ഞങ്ങൾ പണിമുടക്കില്ല, ഞങ്ങൾക്കൊരു ഇൻക്രിമെൻ്റ് കിട്ടാനുണ്ട്. ഡോക്ടർമാർ ഇപ്പോഴും സമരം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഇല്ലേ? എങ്ങോട്ടാണ് ഇത് പോകുന്നത്?